തനതു നാടകദർശനം എന്നുള്ള അധ്യായത്തിൻ്റെ ആമുഖമായിട്ട് എഴുത്തുകാരനായിട്ടുള്ള വയലാ വാസുദേവ പിള്ളയെ പരിചയപ്പെടുത്താം. തേർഡ് സെം BA BSc കോമൺ കോഴ്സ് മലയാളത്തിലെ ആദ്യത്തെ മൊഡ്യൂളിലാണ് തനതു നാടകദർശനം എന്നുള്ള പാഠഭാഗം വരുന്നത്. കേരളത്തിലെ പ്രമുഖ നാടകകാരനായിരുന്നു വയലാ വാസുദേവ പിള്ള. തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഡയറക്ടറും കേരള സർവകലാശാലയുടെ കീഴിലെ സെൻറ്റർ ഫോർ പെർഫോമിംഗ് ആൻഡ് വിഷ്വൽ ആർട്സ് ഡയറക്ടറുമായിരുന്നു ഇദ്ദേഹം. പാശ്ചാത്യ നാടക സങ്കല്പങ്ങളെ മലയാളിക്ക് പരിചയപ്പെടുത്തുന്നതിൽ അദ്ദേഹം നല്ല പങ്കുവഹിച്ചിട്ടുണ്ട്. 1943 കൊട്ടാരക്കര വയലാ ഗ്രാമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. തിരുവനന്തപുരത്ത് സുവർണരേഖ എന്ന പേരിൽ തുടങ്ങിയ നാടക സംഘത്തിലൂടെ 30-ലേറെ നാടകങ്ങൾ അരങ്ങിലെത്തിച്ചു. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ ഫുൾബ്രൈറ്റ് സ്കോളർഷിപ്പോടെ പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പും ഇറ്റാലിയൻ ഗവൺമെൻറ് ഫെലോഷിപ്പും ജപ്പാൻ്റെയും പാരീസ് യൂണിവേഴ്സിറ്റിയുടെയും ഫെലോഷിപ്പുകളും ഇദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. ജി ശങ്കരപ്പിള്ളയുടെ ശിഷ്യനായിട്ടാണ് വയലാ വാസുദേവ പിള്ള നാടകരംഗത്തേക്ക് വരുന്നത്. യൂറോപ്യൻ നാടകങ്ങളെക്കുറിച്ചും രംഗവേദിയെക്കുറിച്ചും നിരവധി പുസ്തകങ്ങൾ എഴുതുകയും നിരന്തരം പ്രഭാഷണങ്ങൾ നടത്തുകയും ചെയ്തു. അദ്ദേഹം ഏറെക്കാലമായി നാടകവുമായി ബന്ധപ്പെട്ട് അക്കാദമിക് രംഗത്താണ് ഡോക്ടർ വയലാ വാസുദേവ പിള്ളയുടെ പ്രവർത്തനം. 2011 ഓഗസ്റ്റ് 29 എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു. വിശ്വദർശനം, തുളസീവരം, രംഗഭാഷ, അഗ്നി, വരവേൽപ്പ്, കുചേലഗാഥ, സൂത്രധാര, ഇതിലെ, കുഞ്ഞിച്ചിറവുകൾ, സ്വർണ്ണക്കൊക്കുകൾ തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, 9 തവണ സംസ്ഥാന പുരസ്കാരം, അതേപോലെ 3 തവണ ദേശീയ പുരസ്കാരം, ഇറ്റാലിയൻ ഗവൺമെൻറ് ഫെലോഷിപ്പ്, അമേരിക്കൻ പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് എന്നിവ അദ്ദേഹത്തെ തേടി എത്തുകയുണ്ടായി. തനതു നാടകവേദി ഒരു പ്രദേശത്തെ സാംസ്കാരികവും ജൈവികവുമായ പ്രത്യേകതകളുമായി ബന്ധം പുലർത്തുന്നതും അവിടുത്തെ സവിശേഷവും പരിമിതവുമായിട്ടുള്ള സദസ്സിനു വേണ്ടി രൂപപ്പെടുത്തുന്നതുമായ രംഗാവിഷ്കാരമാണ് തനതു നാടകവേദി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോളനിവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് മറ്റു രാജ്യങ്ങളുടെ അടിമകളായി കഴിയേണ്ടി വന്ന എല്ലാ രാജ്യങ്ങളിലും അവരുടേതായിട്ടുള്ള സംസ്കാരം നിലനിർത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് തനതു നാടകവേദിയും ഉണ്ടായത് എന്ന് പറയും. 20-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ ഭാരതത്തിലെ പല പ്രാദേശിക ഭാഷകളിലും ഉടലെടുത്ത നവോത്ഥാനത്തിൻ്റെയും സത്യാന്വേഷണത്തിൻ്റെയും ഭാഗമാണ് തനതു നാടകവേദി എന്ന സങ്കല്പം. കർണാടകത്തിലെ യക്ഷഗാനം, ബംഗാളിലെ ജാത്രെ, ഗുജറാത്തിലെ ഭാവൈ തുടങ്ങിയ നാടോടി കലാരൂപങ്ങളിൽ നിന്ന് ഊർജം സ്വീകരിച്ചാണ് തനതു നാടകവേദികൾ രൂപം കൊണ്ടത്. കേരളത്തിൽ ഇതിന് ഊർജം നൽകിയത് CN ശ്രീകണ്ഠൻ നായരും കാവാലം നാരായണ പണിക്കരുമായിരുന്നു. കേരളത്തിൽ 1969 നാടക കളരിയുടെ ഇടവേളകളിൽ നടന്ന ചർച്ചകളിൽ തനതു നാടകവേദി എന്നുള്ള ആശയം തന്നെ ഉണ്ടായത്. 1968 ഒരു നാടക കളരിയിൽ അവതരിപ്പിച്ച തനതു നാടകവേദി എന്ന ലേഖനത്തിലൂടെ അതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ളൊരു വിവരണം നൽകാൻ CN ശ്രീകണ്ഠൻ നായർക്ക് കഴിഞ്ഞു. ഇനി ഇതിലൂടെ മലയാളത്തിലുണ്ടായിട്ടുള്ള ആദ്യ നാടകം CN ശ്രീകണ്ഠൻ നായരുടെ കലിയാണ്. കേരളീയ താളക്രമങ്ങളുടെ സന്നിവേശമാണ് കലിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയെന്ന് നിരൂപകന്മാർ വിലയിരുത്തിയിട്ടുണ്ട്. ഇത്രയാണ് തനതു നാടകവേദിയെക്കുറിച്ച് പറയാനുള്ളത്. ഇനി പാഠഭാഗത്തിലേക്ക് അടുത്ത ക്ലാസ്സിൽ കടക്കാം.